ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ആണ്. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ സോഷ്യൽ സയൻസിലെ ആദ്യ ചാപ്റ്ററായ മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. അപ്പോൾ ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ചാപ്റ്റർ എക്സ്പ്ലനേഷൻ അല്ല, ഇതിൻ്റെ ഇടയിൽ അതായത് ചാപ്റ്ററിൻ്റെ ബിറ്റ്വീൻ നമുക്ക് എന്ത് വരുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ സൊല്യൂഷൻസ്. അപ്പോൾ ഉത്തരങ്ങൾ നൽകിയിട്ടില്ലാത്ത അതിലെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് സൊല്യൂഷൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ് ആണ് നമ്മൾ എടുത്തിരിക്കുന്ന ചാപ്റ്റർ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നോക്കാം മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ 2 പാർട്ടായിട്ടാണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 1-ൽ ഇടയിൽ വരുന്ന എല്ലാ ആക്ടിവിറ്റീസ്, ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ട് 2-ൽ ബാക്കി ഭാഗങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസിൻ്റെ ആൻസേഴ്സുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസും ഉത്തരങ്ങളും പറഞ്ഞു പോവാം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. What does he say about the kind of tools that were used by humans to protect themselves from wild animals? അപ്പോൾ വൈൽഡ് ആനിമൽസിൽ നിന്ന് പ്രൊട്ടക്ഷൻ നേടാൻ വേണ്ടിയിട്ട് മനുഷ്യൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ടൂൾസിനെ കുറിച്ച് എന്തൊക്കെയാണ് ആ വിവരണത്തിൽ പറയുന്നത്? സ്റ്റോൺ ആക്സ്, സ്റ്റോൺ സ്പിയർ ഉപയോഗിച്ചിരുന്നു, സ്റ്റോൺ ചോപ്പർ അല്ലേ. അടുത്ത ചോദ്യം, വാട്ട് കുഡ് ബി ദ പർപ്പസസ് ഫോർ വിച്ച് ഹ്യൂമൻസ് ഇൻ ദാറ്റ് പീരീഡ് യൂസ്ഡ് സച്ച് ടൂൾസ്? അന്ന് കാലത്ത് മനുഷ്യൻ ഈ തരത്തിലുള്ള ടൂൾസ് ഉപയോഗിച്ചത് എന്തിനായിരുന്നു? ഫോർ പ്രൊട്ടക്ടിങ് ദംസെൽസ് ഫ്രം ആനിമൽസ്, ഫോർ ഹണ്ടിങ്, ഫോർ ഡ്രോയിങ് കേവ് പിക്ചേഴ്സ്, ഓക്കെ, ഫോർ മേക്കിംഗ് സ്റ്റോൺ ഓർണമെൻറ്റ്സ്, സ്റ്റാച്യൂസ് എക്സെട്ര. അപ്പം നമ്മൾ സ്റ്റോൺ ഏജ്, മെറ്റൽ ഏജ് ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക. സ്റ്റോൺ ഏജ് ആണ് പാലിയോളജിക്, മീസോളജിക്, നിയോളജിക് ഏജ് ആയിട്ട് മാറിയിരിക്കുന്നത്. മെറ്റൽ ഏജിലാണ് ബ്രോൺസ് ഏജും അയൺ ഏജും ഉൾപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ഒന്ന് പറഞ്ഞു പോകാം. ഈ സ്റ്റോൺ ഏജിനെ കുറിച്ചിട്ടൊക്കെ ഇവിടെ പറയുന്നുണ്ട്. മനുഷ്യൻ സ്റ്റോണ് വെച്ചിട്ട് ടൂൾസും വെപ്പൺസും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന പീരീഡാണ്. അതുകൊണ്ടാണ് ഹിസ്റ്റോറിയൻസ് അതിനെ സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞത്. ആ സ്റ്റോൺ ഏജിനെ പാലിയോളജിക്, മീസോളജിക്, നിയോളജിക് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാലിയോളജിക് ഏജിൻ്റെ പ്രത്യേകതകളൊക്കെ പഠിച്ച് വെക്കുക. പാലിയോളജിക് കണ്ടോ, റഫായിട്ടുള്ള സ്റ്റോൺ ടൂൾസ് ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, പോളിഷ്ഡ് ആയിരുന്നില്ല. പാലിയോളജിക് എന്ന ടേം ഡിറൈവ് ചെയ്തത് 2 ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ്. പാലിയോസ്, ലിത്തോസ്. പാലിയോസ് ഓൾഡ്, സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ലിത്തോസ് കേട്ടോ. സോ ഇത് യൂട്ടിലൈസേഷൻ, ഫാഷനിങ്, സ്റ്റാൻഡർഡൈസേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതെല്ലാം വായിക്കുക. പാലിയോളജിക് ഏജിൽ നിന്ന് ഉണ്ടായിരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂൾസ് ആണ്. പെബിൾ ടൂൾസ്, ബൈഫേസ് കോഡ് ടൂൾസ്, ഫ്ലേക്ക് ടൂൾസ്, ചോപ്പർ ചോപ്പിംഗ് ടൂൾസ്, സ്റ്റോൺ ടൂൾസ് മെയ്ഡ് യൂസിങ് ബ്ലേഡ് ടെക്നിക്ക്, അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ നോക്കുക കേട്ടോ. പെബിൾ ടൂൾസ് ആണെങ്കിൽ കണ്ടോ, ഏർലിസ്റ്റ് സ്റ്റോൺ ടൂൾ ഫൗണ്ട് ഇൻ ഓൾഡുവിഗോഷ്, ആഫ്രിക്ക. പെബിൾസ് were used as tools without significant modification. ബൈഫേസ് കോർ ടൂൾ ആണെങ്കിൽ കട്ടിംഗ് ബോത്ത് സൈഡ് ഓഫ് പാരന്റ് സ്റ്റോൺ, മെയിൻലി ഫൗണ്ട് ഇൻ വെസ്റ്റേൺ കൺട്രീസ്. ഫ്ലേക്ക് ടൂൾസ് ആണെങ്കിൽ ടൂൾസ് മെയ്ഡ് ബൈ ചിപ്പിംഗ് സ്റ്റോൺ ഫ്രം പാരന്റ് റോക്സ്. സ്മോൾ ആൻഡ് ലൈറ്റ് സ്റ്റോൺ ഇൻസ്ട്രുമെൻറ്റ്സ് were produced based on Lavallier's technology, മെയിൻലി ഫൗണ്ട് ഇൻ വെസ്റ്റേൺ കൺട്രീസ്. ചോപ്പർ ചോപ്പിംഗ് ടൂൾസ് ആണെങ്കിൽ ദീസ് ആർ large and heavy tools that can be used for cutting and chopping. They are mainly from Southeast Asian countries including India. Stone tools made blade technique ആണ്. Sharp tools that can be used for a variety of purposes. For each different purpose developed special tools. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ, ഇതൊക്കെ ആവശ്യമാണ്. ഇനി ഡു ദ ടൂൾസ് ഇൻ ദ പിക്ചർ റിസംബിൾ എനി ടൂൾ ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത്? ഇഫ് യെസ്, വിച്ച് ആർ ദേ? നിങ്ങൾക്ക് അറിയാവുന്നതും ഇതുമായിട്ട് സിമിലാരിറ്റി ഉണ്ടോയെന്നാണ്. ഹാർപ്പൂൺ, ആരോ ഹെഡ്സ്, നീഡിൽസ്. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്നത് നോക്കൂ, ഓരോന്ന് എവിടെ നിന്നൊക്കെയാണ് കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് കേട്ടോ. ഷോവെട്ട് ഫ്രാൻസിൽ നിന്ന്, ലാസ്കസ് ഫ്രാൻസ്. ഐവറി സ്കൾപ്ചേഴ്സ് അറിയാസ്ക് റഷ്യയിൽ നിന്ന്. കാർവ്ഡ് ഫിഗേഴ്സ് ഇൻ ക്യുസാക് കേവ്. കാർവിങ്സ് ഓൺ ബോൺസ് ഫൗണ്ട് ഇൻ ലാ ഗാർമ കേവ്, സ്പെയിൻ. ഇതെല്ലാം അന്നത്തെ പാലിയോളിതിക് പീരീഡിൽ ഉണ്ടായിരുന്ന ഇതിൻ്റെ ഇന്ന് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്നൊന്ന് നോക്കാം കേട്ടോ. ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ഡിസ്കഷൻ ഓൺ ദ ടോപ്പിക് ടൂൾ മേക്കിംഗ് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഡ്യൂറിങ് ദ പാലിയോളിതിക് പീരീഡ് ആണ് പറയാൻ പോകുന്നത്. During the Paleolithic period, tool making was crucial for early human survival and marked a significant stage in technological development. Using stones and other natural materials, they crafted simple tools like pebble tools, hand axes, and blades.
These tools served various purposes from hunting and gathering to cutting and scraping. The process of making tools evolved over time, showing advancements in technique and skills. Additionally, toolmaking reflects the good abilities and problem-solving skills of early humans, representing their adaptation to their environment and improving their chances of survival. Thus, toolmaking during the Paleolithic period was not only a means of meeting practical needs but also a key factor in the progress of human civilization. നെക്സ്റ്റ് നമുക്ക് പാലോളിതിക് ഏജിൻ്റെ പ്രത്യേകതകൾ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണിത്. ഇനി നോട്ട് ഡൗൺ ദ ഫീച്ചേഴ്സ് ഓഫ് ദ പാലോളിതിക് സെൻറ്റേഴ്സ് മെൻഷൻഡ് ഓൺ ദ വേൾഡ് മാപ്പ്. തന്നിരിക്കുന്നത് വേൾഡ് മാപ്പാണ്. പാലോളിതിക് സെൻറ്റേഴ്സിൻ്റെ ഫീച്ചേഴ്സാണ് എഴുതേണ്ടത്. ഓൾ ദീസ് സെൻറ്റേഴ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ യൂറോപ്യൻ കൺട്രീസ്. ദ മെൻഷൻ പ്ലേസസ് ഓൺ ദ മാപ്സ് ആർ സറിയാസ്ക്, ലാഗർമ കേവ്, ചോവറ്റ് കേവ്, ക്യുസാക് കേവ് ആൻഡ് ലാസ്കോസ് കേവ്. സറിയാസ്കിൻ്റെ പ്രത്യേകതയാണ് ലൊക്കേറ്റഡ് ഇൻ റഷ്യ. സറിയാസ്ക് ഈസ് നോൺ ഫോർ ഇറ്റ്സ് ആർക്കിയോളജിക്കൽ സൈറ്റ് കണ്ടെയ്നിങ് എവിഡൻസ് ഓഫ് ഹ്യൂമൻ ഹാബിറ്റേഷൻ ഡേറ്റിംഗ് ബാക്ക് ടു ദ പാലിയോളിതിക് പീരീഡ്. Excavations at Sariask have revealed stone tools, bone artifacts, and end of ancient structures, providing insights into early human life and culture in the region. La Garma Cave ആണെങ്കിൽ situated in Cantabria, northern Spain. La Garma Cave is famous for its Paleolithic rock art and archaeological deposits. The cave contains evidence of human occupation spread over tens of thousands of years, with artifacts such as tools, bones, and artwork found within its chambers. Chauvet Cave is located in the Ardèche region of southern France. Chauvet Cave is famous for its exceptionally well-preserved Paleolithic rock art. The cave contains some of the earliest known examples of cave paintings dating back over 30,000 years. Cusack ആണെങ്കിൽ situated in Dordogne region of France. Cusack Cave is known for its Paleolithic rock art and archaeological deposits. The cave contains numerous galleries enriched with prehistoric paintings and engravings depicting animals, human figures, and abstract symbols. Lascaux ആണെങ്കിൽ located in the Dordogne region in southwestern France. Lascaux Cave is famous for its Paleolithic cave paintings, often referred to as Sistine Chapel of Prehistory. Cave contains some of the most well-known examples of prehistoric art dating back over 17,000 years. സോ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകളെല്ലാം അറിയിക്കുക. നമ്മളിപ്പോൾ ഈ കഴിഞ്ഞത്, അതായത് ഇപ്പോൾ ഈ നിർത്തിയത് എവിടെ നിന്നാണോ, ഇതെവിടെയാണോ നിർത്തിയത് തൊട്ടടുത്ത ടോപ്പിക് മുതൽ പാർട്ട് 2 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല ചാപ്റ്റർ കംപ്ലീറ്റ് ആവുന്നത് പാർട്ട് 2-ലായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ആക്ടിവിറ്റീസിൻ്റെ ആൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കാണുക. ഈ സബ്ജക്ട്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ മാത്രമല്ല എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.